കുട്ടികളെ, അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഉമ ടീച്ചർ. നമ്മളിന്ന് +1 മലയാളത്തിലെ 3ാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ ലാത്തിയും വെടിയുണ്ടയും എന്ന അധ്യായമാണ് എടുക്കാൻ പോകുന്നത്. ഈ അധ്യായം ഒരു നോവലിൻ്റെ ഭാഗമാണ്. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവലിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്ന ലാത്തിയും വെടിയുണ്ടയും. അപ്പോൾ നമുക്ക് ആദ്യം ലളിതാംബിക അന്തർജനത്തെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ് ഞാൻ വായിച്ച് പറയുന്നത്, ശ്രദ്ധിക്കാം. 1909 മാർച്ച് 30 കൊല്ലം ജില്ലയിലെ കോട്ടവട്ടത്ത് ജനിച്ചു. നോവലിസ്റ്റും കഥാകൃത്തുമായിരുന്നു. അഗ്നിസാക്ഷി, ലളിതാംബിക അന്തർജനത്തിൻ്റെ കഥകൾ, സീത മുതൽ സത്യവതി വരെ, ആത്മകഥയ്ക്കൊരാമുഖം, ഗോസായി പറഞ്ഞ കഥ, തേൻ തുള്ളികൾ എന്നിവയാണ് പ്രധാന കൃതികൾ. അവർക്ക് കിട്ടിയ അവാർഡുകൾ: കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1987 ഫെബ്രുവരി 6 അവർ അന്തരിച്ചത്. അപ്പോൾ ലളിതാംബിക അന്തർജനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഉയർന്ന ബ്രാഹ്മണ സമുദായത്തിലെ അംഗമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കൊന്നും വലിയ രീതിയിൽ എഴുതാനോ പുറത്തു കടക്കാനോ ഒന്നും പറ്റാത്ത കാലഘട്ടമാണ്. അന്നത്തെ ആ കാലഘട്ടത്തിലാണ് ധൈര്യപൂർവ്വം കൃതികളൊക്കെ രചിച്ച് അവർ മുന്നോട്ട് വന്നു. കുറച്ച് പ്രായമായതിനു ശേഷമൊക്കെയാണ് അവർ കൃതികൾ രചിച്ചു തുടങ്ങിയത്. അപ്പോൾ ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന ഈ നോവൽ എന്ത് ചെയ്തിട്ടുണ്ട്, സിനിമയായിട്ടുണ്ട്. ഇപ്പോൾ സിനിമ കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, കാണാൻ പറ്റുകയാണെങ്കിൽ കാണുക. പിന്നെ നോവൽ അഗ്നിസാക്ഷി എന്ന നോവൽ വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലാത്തി വെടിയുണ്ട എന്നുള്ള അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരിയായി ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ ആ നോവൽ വായിച്ചിട്ട് അതിനുശേഷം ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗമാണ്. അപ്പോൾ ഇതിലുള്ള കാര്യങ്ങൾ വെച്ച് വസ്തുതകൾ ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ എന്താണ് ലാത്തിയും വെടിയുണ്ടയും എന്ന ഈ അധ്യായത്തിൽ പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ ആ ബ്രാഹ്മണ സമുദായം, അതുപോലെ നായർ സമുദായം, ഇങ്ങനെയൊക്കെയുള്ള സമുദായങ്ങളെക്കുറിച്ച്, അന്നത്തെ സാമൂഹ്യ ചുറ്റുപാടുകളെക്കുറിച്ച്, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെക്കുറിച്ച് എല്ലാം പ്രതിപാദിക്കുന്ന ഒരു മനോഹരമായ നോവലാണ് അഗ്നിസാക്ഷി. കഴിയുമെങ്കിൽ നിങ്ങളെല്ലാവരും അത് വായിക്കുക. അപ്പം നമുക്ക് ലാത്തിയും വെടിയുണ്ടയും എന്ന അധ്യായത്തിലേക്ക് പോകാം. പുരാണങ്ങളിൽ ഒരു പക്ഷിയുണ്ടല്ലോ, ഗരുഡൻ. ഭഗവാന്റെ വാഹനമായ ആ വിഹകം ആകാശത്തിൻ്റെ ഉന്നതങ്ങളിൽ ചുറ്റി ചുറ്റി പറക്കും. വിഹകം വാക്കിൻ്റെ അർത്ഥം പക്ഷി. എത്രത്തോളം ഔന്നത്യത്തിലെത്തുന്നോ അത്രത്തോളം വ്യക്തമാണ് താഴെയുള്ള കാഴ്ചകൾ. എത്രത്തോളം ഉയരത്തിലെത്തിയിട്ടുണ്ടോ ആ ഉയരത്തിൽ നിന്നും വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു പക്ഷിയാണ് ഗരുഡൻ. സ്മരണകൾക്ക് ഇങ്ങനെയൊരു സ്വഭാവമുണ്ട്. ഈ പക്ഷിയെക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മുടെ നോവലിസ്റ്റ് പറയുന്നത് എന്താണ്, സ്മരണകൾക്കും ഇങ്ങനെയൊരു സ്വഭാവമുണ്ട്. സ്മരണ എന്ന് പറഞ്ഞാൽ ഓർമ്മകൾക്കും ഇങ്ങനെയൊക്കെയൊരു സ്വഭാവമുണ്ട്. കാലമേറെ ചെല്ലുന്തോറും അതിൻ്റെ തെളിമ കൂടിക്കൂടി വരുന്നു. 1942 കാലത്തെ ഒരു സംഭവത്തെ പറ്റി അവരോർത്തു. അപ്പോൾ നമുക്കറിയാം 1942 ക്വിറ്റ് ഇന്ത്യ സമരം കാലഘട്ടമാണ്. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടമാണ് 1942. അപ്പോൾ ആ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവത്തെക്കുറിച്ച് അവരോർത്തു. യുദ്ധത്തിൻ്റെ തീജ്വാലകൾ രാജ്യത്തിൻ്റെ അകത്തും പുറത്തും ആളിപ്പടർന്നിരുന്നു. അപ്പോൾ ഏത് യുദ്ധത്തിൻ്റെ അത്? 2ാം ലോകമഹായുദ്ധത്തിൻ്റെ. 1939 2ാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നത്. ആ യുദ്ധത്തിൻ്റെ അനുരണനങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒക്കെ തന്നെ നമ്മളെയും നമ്മുടെ ഓരോ രാജ്യത്തെയും ബാധിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ ലോകമഹായുദ്ധം എന്ന് പറയുന്നത്. എല്ലാ ലോകരാഷ്ട്രങ്ങളും അതിൽ നേരിട്ടോ അല്ലാതെയോ പങ്കാളികളായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ബ്രിട്ടൻ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളെയും ബാധിച്ചിട്ടുണ്ട്, ഇന്ത്യക്കാരെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് യുദ്ധത്തിൻ്റെ തീജ്വാലകൾ രാജ്യത്തിൻ്റെ അകത്തും പുറത്തും ആളിപ്പടർന്നിരുന്നു.
ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കാലം. നേതാക്കന്മാർ മിക്കവരും തടങ്കലിലായി. നിരോധനാജ്ഞകൾ ലംഘിക്കപ്പെട്ടു. വെടിവെപ്പുകളും ലാത്തിചാർജും അട്ടിമറികളും കൊണ്ടു നാടാകെ ഒരു സമരമുഖമായി മാറിയിരുന്നു. ഒരു ഭാഗത്ത് തോക്കും ലാത്തിയും കണ്ണീർ വാതകവും ധരിച്ച പട്ടാളത്തിന്റെ നിർദ്ദയമായ നരവേട്ട, മറുഭാഗത്ത് സ്വാതന്ത്ര്യത്തിനുള്ള അടങ്ങാത്ത മോഹവും ഇച്ഛാശക്തിയും മാത്രം ആയുധമാക്കിയ നിസ്സഹായരായ ജനങ്ങൾ. അപ്പോൾ ഒരു ഭാഗത്ത് നിസ്സഹായരായ ജനങ്ങളാണ്. കാരണം അവർക്ക് ആകെ കൂടി ഉള്ളത് എന്താണ്? സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള മോഹം, അതിനു വേണ്ടിയുള്ള ഇച്ഛാശക്തി മാത്രമേ ഉള്ളൂ. ആയുധങ്ങളൊന്നും കയ്യിലില്ല അവർക്ക്, മാരകായുധങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും കയ്യിലില്ല. ഇവർ തമ്മിലുള്ള സംഘട്ടനം രോമാഞ്ചജനകമായിരുന്നു. ഇക്കാലത്ത് തങ്ങൾ താമസിച്ചിരുന്ന മഹാനഗരത്തിലെ ഉയർന്ന ഫ്ലാറ്റുകളിൽ ഒന്നിലിരുന്നു പല കാഴ്ചകളും താൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. സിറ്റിയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ച സമയമായിരുന്നു അത്. 4 പേരിൽ കൂടുതൽ കൂടി നിന്നു സംസാരിച്ചുകൂടാ. പട്ടാള നിയമത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. 4 പേർ എന്ത് ചെയ്യാൻ പറ്റില്ല, 4 പേരിൽ കൂടുതൽ കൂടി നിന്ന് സംസാരിക്കാൻ പറ്റില്ല. മുദ്രാവാക്യം വിളിച്ചുകൂടാ. ജാഥകൾ പാടില്ല. പോലീസും പട്ടാളവും നിരന്തരം റോന്തു ചുറ്റിക്കൊണ്ടിരുന്നു. പട്ടാള വണ്ടിയുടെ അലർച്ചയല്ലാതെ മറ്റൊരു ശബ്ദവും എങ്ങും കേൾക്കാനില്ല. നേരം പ്രഭാതമാവുന്നതേയുള്ളൂ. മുന്നിലുള്ള മണിമാളികയ്ക്കുമേലെ മഞ്ഞിന്റെ മൂടുപടം വീണു കിടന്നു. താൻ ഉണർന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ജനാലവിരിയിലൂടെ അലസമായി പുറത്തേക്ക് നോക്കി. വായും മൂക്കും പൊത്തിപ്പിടിച്ചു നിലത്ത് വരിഞ്ഞു കെട്ടിയിട്ട പെരുമ്പാമ്പിനെ പോലെ വിരസമായ നിരത്ത് നീണ്ടു കിടക്കുന്നു. ടോങ്കോകളില്ല, കാറുകളില്ല, പദയാത്രക്കാരില്ല. ദൂത്വാലാകളുടെ നിലവിളി പോലും കേൾക്കാനില്ല. ഭൂകമ്പത്തിനു മുമ്പുള്ള നിശ്ചലാവസ്ഥ പോലെ എല്ലാം സ്തംഭിച്ചു നിൽക്കുന്നു. പ്രധാന വീഥിയിൽ നിന്ന് ക്ലോക്ക് ടവറിലേക്ക് തിരിയുന്ന വഴിയിൽ പെട്ടെന്ന് ഒരു ബഹളം കേൾക്കായി. 100 മൃദു കണ്ഠങ്ങളിൽ നിന്ന് ഒരുമിച്ചുയർന്ന ജയഘോഷങ്ങൾ. ഭാരത് മാതാ കി ജയ്, മഹാത്മാഗാന്ധി കി ജയ്, ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ, ഇങ്ങനെയുള്ള സ്വരങ്ങളാണ് കേട്ടത്. ചുവന്ന കുപ്പായം ധരിച്ച്, ചുവന്ന നിക്കറിട്ട്, ചുവന്ന തൊപ്പിയുമണിഞ്ഞ്, ത്രിവർണ പതാകയും വീശി വീശി കുഞ്ഞാറ്റക്കിളികളുടെ ഒരു സംഘം കടന്നു വരുന്നു. നഗരത്തിലെ 16 വയസ്സിനു താഴെയുള്ള കുട്ടികൾ സംഘടിച്ച് വീരവാനരസേന എന്നൊരു വിപ്ലവ സംഘം ഉണ്ടാക്കിയിട്ടുള്ളതായി താൻ കേട്ടിരുന്നു. അപ്പൊ ആ കുട്ടികളുടെ സംഘം എന്ന് വെച്ചാൽ എന്താണ്? അത് ആ കുട്ടികളുടെ സംഘത്തിന്റെ പേരെന്താ? വീരവാനരസേന. അതിലെ അംഗങ്ങളുടെ പ്രത്യേകത എന്താണ്? 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെല്ലാം ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയാണ്. അതിനുവേണ്ടി അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സേന, വീരവാനരസേന എന്ന പേര് ഒരു സംഘം രൂപീകരിച്ചിരുന്നു. ധനികന്മാരുടെയും ദരിദ്രരുടെയും രാജാക്കന്മാരുടെയും പ്രജകളുടെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ വരെ സന്താനങ്ങൾ ആ ഗൂഢസംഘത്തിൽ ചേർന്നിട്ടുള്ളതായി റിപ്പോർട്ടുണ്ട്. രാജ്യത്തിന്റെ നാനാഭാഗത്തുമുള്ള സമരരംഗങ്ങളെ യോജിപ്പിച്ചിരുന്നത് പുതിയ തലമുറയിലെ ഈ പുളകപ്പൊൺപുകളാണത്രേ. അപ്പുവും മധുവും ഇവരോട് ചേരാതിരിക്കുവാൻ വേണ്ടി എത്ര ശ്രമപ്പെട്ടാണ് നാട്ടിലേക്ക് അയച്ചതെന്ന് അവരോർത്തു. അപ്പൊ ആരാണ് ഈ അപ്പുവും മധുവും? ഇവരുടെ മക്കളാണ്. അപ്പൊ ഇവര് ഇതില് ഈ ചിന്തകളിലൂടെ കടന്നു പോകുന്ന ആളുടെ പേര് തങ്കം നായർ എന്നാണ്. അല്ലെ, അവര് ഇതില് മിസ്സിസ് നായർ എന്ന് പരാമർശിക്കപ്പെടുന്നു. തങ്കം എന്നാണ് ഇവരുടെ യഥാർത്ഥ പേര്. അപ്പൊ അവരുടെ മക്കളാണ് മധുവും അപ്പുവും. അവർ രണ്ടുപേരും ഈ ഗൂഢസംഘങ്ങളിലൊന്നും പെടാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തിട്ടുണ്ട്? വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ പോലും അവർ നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അവിടെയും അവർ ഗൂഢസംഘങ്ങൾ ഉണ്ടാക്കുകയായിരിക്കുമോ എന്ന് മിസ്സിസ് നായർ സംഭ്രമത്തോടെ ചിന്തിച്ചിട്ടുണ്ട്. മിസ്സിസ് നായർ സംഭ്രമത്തോടെ ചിന്തിച്ചു. എന്ത്? അവരുടെ മക്കളെ നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്, ഇനി അവരവിടെ ഗൂഢസംഘം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നായിരുന്നു ഇവരുടെ ചിന്ത. സംഭ്രമത്തോടെ അവർ ചിന്തിച്ചു. വാനരസേനയിലെ അംഗങ്ങളെ പിന്തുടർന്നു വന്നത് വെള്ള ഗദർ സാരിയും വെള്ള ബ്ലൗസും ധരിച്ച് സ്വാതന്ത്ര്യഗീതികൾ പാടിയ നാരി സേവാ സമിതിയിലെ അംഗങ്ങളായിരുന്നു.
അപ്പോൾ അടുത്ത് ഈ വീരവാനര സേന എന്നുള്ള ആ ബാലസംഘം വന്നതിന് പുറകെയായിട്ട് മറ്റൊരു സംഘം എത്തി. വെള്ള ഗദർ സാരിയും വെള്ള ബ്ലൗസും ധരിച്ച് നാരി സേവാ സമിതിയിലെ അംഗങ്ങൾ സ്വാതന്ത്ര്യ ഗീതികളും പാടിക്കൊണ്ട് അവിടേക്ക് എത്തിച്ചേർന്നു എന്നാണ് പറഞ്ഞത്. അവരുടെ പിറകെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം എന്ന മുദ്രാവാക്യവുമായി രാജ്യത്തിനു വേണ്ടി സമർപ്പണം ചെയ്ത രക്തസാക്ഷി സംഘത്തിലെ വീര യുവാക്കൾ. ഇപ്പോൾ 3 സംഘങ്ങൾ അവിടെ എത്തി. ഒരു രക്തസാക്ഷി സംഘം യുവാക്കളുടെ എത്തിയത് അവരാണ്. അതിന് മുന്നേ നാരി സേവാ സമിതിയിലാണ്. അതിനു മുന്നേ വീരവാനര സേന എന്ന പേരിൽ വിപ്ലവ സംഘം ഉണ്ടാക്കിയ കുട്ടികളുടെ സംഘടന. അപ്പോൾ 3 സംഘങ്ങളും അവിടെ എത്തിച്ചേർന്നു. ഇതൊക്കെ ആരുടെ വീക്ഷണത്തിലാണ്? മിസ്സിസ് നായർ അല്ലെങ്കിൽ തങ്കം നായർ ഒരു ഫ്ലാറ്റിന്റെ മേലെയുള്ള ഫ്ലാറ്റിലെ ജനൽ കുടി അല്ലെങ്കിൽ ജനവാതിലിനുള്ളിലൂടെ കാണുന്ന കാഴ്ചകളാണ് റോഡിൽ. മുദ്രാവാക്യങ്ങളുടെ മുഴക്കവും പട്ടാള വണ്ടികളുടെ ഇരമ്പലും സ്വാതന്ത്ര്യ ഗാനങ്ങളുടെ പല്ലവിയും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. പോവട്ടെ, ഞാൻ വിടില്ല, കടന്നുകൂടാ എന്ന മട്ടിൽ പോലീസും വളണ്ടിയർമാരും കൂടെ കടുവയും പുലിയും കളിക്കുകയാണ്. പക്ഷേ ആളുകൾക്ക് തന്നെ മുന്നോട്ട് പോകണം, ആളുകളെ വിടാതെ ആരാണ്? പോലീസ്. അപ്പോൾ അവരുടെ കളിയെയാണ് ഇവരെന്ത് പറഞ്ഞ കടുവയും പുലിയും കളിക്കുകയാണ്. ഇടയ്ക്ക് ആരോ ക്ലോക്ക് ടവറിന്റെ മേലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പേടിപ്പെടുത്തുന്ന സ്വരത്തിൽ വിളിച്ചു. അയ്യോ, അതാ നോക്കൂ, അവൻ ആ കുട്ടി. 10-12 വയസ്സായ ഒരു ഓമനക്കുട്ടൻ ആകാശചുംബിയായ ആ മണിമേടയുടെ മുകളിലേക്ക് സ്വാതന്ത്ര്യ പതാകയും മാറത്തടക്കിക്കൊണ്ട് വലിഞ്ഞു കയറുകയാണ്. അവർ ആകാശം നെടുങ്ങുമാറ് വിളിക്കുന്നു. ജനങ്ങള്, ഭാരത് മാതാ കി ജയ്. പട്ടാളക്കാർ തോക്കു ചൂണ്ടിക്കൊണ്ട് ആജ്ഞാപിച്ചു, താഴത്തിറങ്ങൂ മഠയ, ഇല്ലെങ്കിൽ ഞങ്ങൾ താഴെ ഇറക്കും. അവൻ പുച്ഛമായി ഒന്ന് ചിരിച്ച് കീഴോട്ട് നോക്കി. പട്ടാളക്കാരെയും ജനക്കൂട്ടത്തെയും മാറി മാറി കടാക്ഷിച്ചു എന്നാൽ വീക്ഷിച്ചു, നോക്കി. എന്നിട്ട് അപകടം പിടിച്ച ആ ചരിവിലൂടെ അള്ളിപ്പിടിച്ചു കയറുവാൻ തുടങ്ങി. പ്രഭാത സൂര്യന്റെ ചെങ്കതിരുകൾ തട്ടി ക്ലോക്ക് ടവറിന്റെ മുകൾ ഭാഗം ചോരയിൽ കുളിച്ചതുപോലെ തോന്നി. ചുവന്ന ഗദർ ഷർട്ട്, ചുവന്ന ഗദർ നിക്കർ, വെളുത്തു ചുവന്ന കവിളുകൾ. ആകാശത്തിന്റെ മടിയിൽ നിന്ന് ഞെട്ടറ്റു താഴെ വീണ സൂര്യന്റെ ഒരു കുട്ടിയെപ്പോലെ തോന്നിച്ചു ആ ബാലനെ കണ്ടാൽ. മിനുസമുള്ള മേൽപ്പുരയിലൂടെ ഇഴഞ്ഞു കയറുമ്പോൾ അറിയാതെ കാലം നിടറിയാൽ മതി, ശ്രദ്ധ തിരിഞ്ഞാൽ മതി, താഴെ വീണ് തകരും. അരുതു മകനെ, അരുത്, താഴെ ഇറങ്ങൂ എന്ന് വിളിച്ചു പറയാൻ തോന്നി തനിക്ക്. ആ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന തങ്കം നായർക്ക്, മിസ്സിസ് നായർക്ക് തോന്നി. എന്ത്? അരുതു മകനെ, അരുത്, താഴെ ഇറങ്ങൂ എന്ന് വിളിച്ചു പറയാൻ തോന്നി. ആളുകൾ വീർപ്പടക്കി കാത്തുനിന്നു. അവനെ പ്രസവിച്ച അമ്മ ധന്യയാണ്. അവരെ പെറ്റ രാജ്യം അഭിമാന്യവും. അനേകായിരം ആളുകളുടെ ആശംസകളും വഹിച്ചുകൊണ്ട് ആ ബാലൻ മേലോട്ട് കയറിപ്പോയി. മണിമാളികയുടെ മുകളിലെത്തി ജനക്കൂട്ടത്തെ നോക്കി കൈവീശി ചിരിച്ചു. സ്വാതന്ത്ര്യ പതാകയെടുത്ത് നിവർത്തി ഉയരത്തിൽ കുത്തി. ദിഗന്ധം മുഴക്കുമാറുള്ള മുദ്രാവാക്യങ്ങൾ പിന്നെയും മുഴങ്ങുന്നു. ഭാരത് മാതാ കി ജയ്, വീരകുമാർ കി ജയ്. ഇന്ത്യയുടെ അഭിമാനം പോലെ ചിറകടിച്ചാടുന്ന ത്രിവർണ പതാകയ്ക്കരികെ വിജയിയായ അഭിമന്യുവിനെ പോലെ ആ ബാലൻ നിൽക്കുകയായിരുന്നു. അവിടെ പുരാണത്തിലെ ഒരു പ്രസിദ്ധമായ കഥാപാത്രമാണ് അഭിമന്യു, അർജുനപുത്രനായ അഭിമന്യു. പത്മവ്യൂഹം ഭേദിച്ച് അതിനുള്ളിൽ കുരുക്ഷേത്ര യുദ്ധകാലഘട്ടത്തിൽ യുദ്ധത്തിന്റെ സമയത്ത് പത്മവ്യൂഹം ഭേദിച്ച് അതിനകത്ത് പ്രവേശിച്ച് കൗരവരോട് ഏറ്റുമുട്ടിയ ഒരു ധീരനായ രാജകുമാരനായിരുന്നു അഭിമന്യു, അർജുനപുത്രൻ. അപ്പൊ ആ അഭിമന്യുവിനോടാണ് ഇവിടെ ഈ കുട്ടിയെ ഉപമിച്ചത്. എന്താണ് പറഞ്ഞത്? വിജയിയായ അഭിമന്യുവിനെ പോലെ ആ ബാലൻ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് പട്ടാള തോക്കുകൾ ഗർജിച്ചു, വെടിയുണ്ടകൾ ചീറി. 1000 മിന്നൽ പിണരുകൾ ഒരുമിച്ച് ആകാശത്തേക്കുയരും പോലെ. ക്ലോക്ക് ടവറിന്റെ മുകളിൽ ചിരിച്ചുകൊണ്ടിരുന്ന മാലാഖ രക്തകണങ്ങൾ ഉതിർത്തുകൊണ്ട് ഒരു വെള്ളിപ്പക്ഷി കണക്കെ കറങ്ങി താഴെ വന്നു വീഴുന്നു. അത്യുഗ്രമായ ആരവം എന്ന് പറഞ്ഞാൽ ശബ്ദം. തുടർന്നു പട്ടാളവും ജനക്കൂട്ടവുമായി സംഘട്ടനം, ലാത്തിചാർജ്, വെടിവെപ്പ്,
ആളുകൾ അത്യുച്ചത്തിൽ വിളികൂട്ടി. അവൻ ഞങ്ങളുടെയാണ്, അവനെ ഞങ്ങൾക്ക് വേണം, അവനെ, ഇന്ത്യയുടെ വീരകുമാരനെ. ക്ലോക്ക് ടവറിന്റെ ചുവട്ടിലുള്ള ഭാഗം മുഴുവൻ സുശക്തമായ പോലീസ് ബന്ദോബസ്തിലായിരുന്നു. പക്ഷേ ആൾക്കൂട്ടത്തെ ചിതറി മാറ്റിക്കൊണ്ട് നാരീ സേവാ സമിതിയിലെ ഒരു യുവതി മുന്നോട്ട് നുഴഞ്ഞു കയറി. പട്ടാളക്കാരെ തട്ടിയിട്ടുകൊണ്ട് അവർ ആ ബാലന്റെ ശരീരം വാരിയെടുത്തു. വാടിയ താമരത്തണ്ട് പോലെയുള്ള ആ ശരീരത്തിൽ നിന്നും അപ്പോഴും ജീവൻ അറ്റിരുന്നില്ല. അവർ അവനെ മാറോടണച്ചു, ചുംബിച്ചു. അവന്റെ ഹൃദയത്തിൽ നിന്നൊലിച്ച രക്തം കൊണ്ട് അവരുടെ തൂവെള്ള സാരി മുഴുവൻ ചുവപ്പായി മാറി. ഒരേ സമയത്ത് കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന ഭാരത മാതാവിനെ പോലെ ഉജ്ജ്വലയും ഗംഭീരവദനിയുമായിരുന്നു ആ യുവതി. അത് അടയാളപ്പെടുത്തിയിടുക. പട്ടാളക്കാർ അവരിൽ നിന്ന് ആ കുട്ടിയെ പിടിച്ചു വാങ്ങുവാൻ ശ്രമിച്ചു. ലാത്തി തല്ലേറ്റ് തല പൊട്ടി ചോരയൊലിച്ചിരുന്നു. രക്താംബരം കീറി മുറിഞ്ഞ് കഷ്ണങ്ങളായി ചിതറിപ്പോയി. പോലീസുകാർ വലിച്ചിഴച്ച് നിലത്തു വീഴ്ത്തിയിട്ടും ആ കുട്ടിയുടെ ശരീരത്തെ അവർ ഹൃദയത്തോട് അമർത്തിപ്പിടിച്ചിരുന്നു. നിറഞ്ഞ കൺപീലികളിൽ ഒരിറ്റു കണ്ണീർ പോലുമില്ലാതെ നെറ്റിയിൽ നിന്ന് ചോരയൊലിപ്പിച്ച് തല ഉയർത്തി നിന്ന ആ യുവതിയുടെ കണ്ണുകളിൽ നിന്ന് അഗ്നി ജ്വലിച്ചു. ചുണ്ടുകൾ വിറച്ചു. ആ ഛായ, ആ നോട്ടം ആരുടേതാണിത്? ആരുടെ? ഇപ്പൊ തങ്കനായർക്ക് അവരെ കണ്ടപ്പോഴുള്ള സംശയമാണ് അത് പറയുന്നത്. മിസ്സിസ് നായർക്ക് ഈ രംഗം ഓർത്തപ്പോൾ തന്നെ വീണ്ടും തല ചുറ്റൽ വന്നു. അവര് പഴയ കാര്യങ്ങൾ ഓർക്കുകയാണല്ലോ. അപ്പോൾ എത്ര ദുർബലയാണ് താൻ, എത്ര ഹീനയാണ്. അന്ന് ആ ജനക്കൂട്ടത്തിലേക്ക് ഓടി ഇറങ്ങി എന്തുകൊണ്ട് പറഞ്ഞില്ല, ഞാനും ഇന്ത്യക്കാരിയാണ്, ഞാനും നിങ്ങളുടെ കൂടെയാണ്, ആ കുട്ടി എൻ്റെയും കൂടിയാണ്, എന്നെയും കൂട്ടു സഹോദരി എന്ന്. അപ്പൊ തങ്കനായർ ഈ കാഴ്ച കാണുമ്പോൾ എന്താണ്, മേലെ അങ്ങനെ ഇരുന്ന് എന്താ പറയുക, സുരക്ഷിതമായൊരിടത്ത് ഇരുന്നിട്ട് കാഴ്ച കണ്ടതാണ്. അവിടെ ഓടി ഇറങ്ങി ചെല്ലാനോ അവരുടെ കൂട്ടത്തിൽ കൂടാനോ തനിക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ലെന്ന് അവർ ഓർക്കുകയാണ്. സുഖം, അതിന് കാരണം പറയുകയാണ്. സുഖം ഒരു മാരകമായ ലഹരിയാണെന്ന് മിസ്സിസ് നായർക്ക് തോന്നി. അതിൽ നിന്ന് അത്ര വേഗം മോചനമില്ല. എങ്കിലും അന്നു വൈകിട്ട് ഭർത്താവ് വന്നപ്പോൾ ചോദിച്ചു, ആ സ്ത്രീ മരിച്ചുവോ? ഏത് സ്ത്രീ? ഇന്നു രാവിലെ ലാത്തി അടിയേറ്റ് വീണ ആ സ്ത്രീ, ആ കുട്ടിയുടെ ശരീരവും കൊണ്ട് ജനക്കൂട്ടത്തിലേക്ക് വന്ന സ്ത്രീ. അദ്ദേഹം ഉച്ചത്തിൽ ചിരിച്ചു. ഓ അതോ, അങ്ങനെ എത്രയെത്ര സ്ത്രീകൾ ലാത്തിയടിയേറ്റ് വീണു മരിക്കുന്നു, മാനഭംഗപ്പെടുന്നു. അവരുടെയൊക്കെ ഭാവി എന്താണെന്ന് നമുക്കറിയുമോ? അറിയേണ്ട ആവശ്യവുമില്ലല്ലോ. കാരണം ഭർത്താവ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ തങ്കനായരുടെ. അപ്പൊ അതുകൊണ്ട് ആണ് അദ്ദേഹം അങ്ങനെ സംസാരിച്ചത്. പിന്നെ ഭർത്താവിന്റെ സ്നേഹിതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നാണ് അറിഞ്ഞത്. അയാൾ പറഞ്ഞു, ഓ ദേവി ബഹനോ. അപ്പൊ അതാരാണെന്നാണ് അവർ പറഞ്ഞത്? ദേവി ബഹൻ. അപ്പൊ ഇതിൽ പരാമർശിക്കുന്ന ഈ ദേവി ബഹൻ യഥാർത്ഥത്തിൽ ഈ തങ്കം നായരുടെ ബന്ധുവായ ദേവകി മാനമ്പള്ളി എന്ന ഒരു കഥാപാത്രമാണ്. ദേവകി മാനമ്പള്ളി എന്നതിൽ അറിയപ്പെടുന്നുണ്ട്. അവരാണ് തങ്കം നായർ വിളിക്കുന്ന തേതിയേടത്തി. അപ്പൊ ഇതിൽ 3 കഥാപാത്രങ്ങൾ, 3 പേരുകൾ വരുന്നുണ്ട്. ഒരു കഥാപാത്രത്തിന്റെയാണ് ദേവി ബഹൻ, ദേവകി മാനമ്പള്ളി, തേതിയേടത്തി. ഇനി ഇവർ തന്നെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ടെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. അത് അവസാനം പറയുന്നുണ്ട് സുമിത്ര ആനന്ദ സരസ്വതി എന്നൊക്കെ. അപ്പൊ പല പേരുകളിലുണ്ടെങ്കിൽ ഈ ദേവി ബഹൻ ആരാണ് യഥാർത്ഥത്തിൽ? ദേവകി മാനമ്പള്ളിയാണ്. അപ്പൊ ശ്രദ്ധിക്കാൻ. ഓ ദേവി ബഹനോ, അവർ മരിച്ചില്ല. പക്ഷേ അവരുടെ കൂട്ടുകാരികളായ 4-5 സ്ത്രീകൾ പോലീസ് മർദ്ദനമേറ്റ് ചതഞ്ഞരഞ്ഞു പോയി. ദേവി ബഹൻ ബോധരഹിതയായി കുറെ നാൾ ജയിൽ ആസ്പത്രിയിൽ കിടന്നു. പിന്നെ സേവാശ്രമത്തിലേക്ക് തന്നെ മടങ്ങിയിരിക്കണം. അതോ മറ്റു വല്ല ലാത്തി ചാർജിലും അകപ്പെട്ട് മരിച്ചോ? ഒന്നും അറിഞ്ഞുകൂടാ. തുടർന്ന് അയാളിൽ നിന്ന് മറ്റു പല വിവരങ്ങളും കിട്ടി. ഗാന്ധിജിയുടെ അന്തേവാസിനിയാണത്രേ ദേവി ബഹൻ. സ്വദേശം കേരളം. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വളരെ പേരെടുത്ത സ്ത്രീയാണ് അവർ. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട അനുയായി. താൻ നടുങ്ങിപ്പോയി. ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ തങ്കം നായർ, മിസ്സിസ് നായർ നടുങ്ങിപ്പോയി. ദേവി ബഹൻ എന്ന് വെച്ചാൽ ദേവകി മാനമ്പള്ളി, തേതിയേടത്തി എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ നോവൽ മുഴുവൻ വായിക്കുമ്പോഴേ കാര്യം മനസ്സിലാവും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ നോവലിലെ ഈ തങ്കം നായരുടെ സഹോദരനാണ് ഉണ്ണി നമ്പൂതിരി.
അപ്പോൾ ഈ നായർ നമ്പൂതിരി എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്താണ് അന്നത്തെ സാമൂഹ്യ ചുറ്റുപാടുകളിലുള്ള കാര്യങ്ങളാണ്. അതിനനുസരിച്ചാണ് അതൊക്കെ നോവൽ വായിക്കുമ്പോൾ കൂടുതൽ ഉൾക്കൊള്ളാം. ഇപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ സമയമില്ല. അപ്പോൾ ഉണ്ണി നമ്പൂതിരിയുടെ ഭാര്യയാണ് ഈ ദേവകി മാനമ്പള്ളി എന്ന് വെച്ചാൽ ഇവരുടെ ഏട്ടത്തി അമ്മ അല്ലെ, തേതി ഏടത്തി. അവരാണോ ഇവർ ഏടത്തിയെ ആശ്രമത്തിൽ പോയി കാണണമെന്ന് താൻ വളരെ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ ഭർത്താവ് അനുകൂലിച്ചില്ല. തൻ്റെ ഉദ്യോഗ നിലയ്ക്ക് അത് ദോഷമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. പോരെങ്കിൽ അവർ എവിടെയുണ്ടെന്ന് ഇവിടെ ആർക്കും അറിയുകയില്ല താൻ. മിസ്സിസ് നായർ വിചാരിച്ചു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം യാതനയുടെ വേതനവും പറഞ്ഞ് മുന്നോട്ട് വന്ന കൂട്ടത്തിലൊന്നും ദേവി ബഹനെ കണ്ടിരുന്നില്ലല്ലോ. അവർ മന്ത്രിയായില്ല, നേതാവായില്ല, ചുരുങ്ങിയ പക്ഷം ഒരു കമ്മിറ്റി മെമ്പർ പോലും ആയില്ല. പക്ഷേ അന്ന് ഭാവി ഭാരതത്തിന്റെ പ്രതീകത്തെ മാറോടണച്ചുകൊണ്ട് ചോരയിൽ കുളിച്ചു നിന്ന നിസ്വാർത്ഥയായ വീരനായിക പിന്നെയും 1-2 തവണ കൂടി തന്റെ ശ്രദ്ധയിൽ വരികയുണ്ടായി. സാമുദായിക ലഹളകളുടെ കൂത്തരങ്ങായ കിഴക്കൻ ബംഗാളിൽ അഹിംസയുടെ ആചാര്യനുമൊത്തു സഞ്ചരിച്ച അഹിംസയുടെ ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഗാന്ധിജി ആചാര്യനുമൊത്തു സഞ്ചരിച്ച ഒരു സ്ത്രീയുടെ ചിത്രത്തിന് അത്ഭുതകരമായി ദേവകി മാനമ്പള്ളിയുടെ ഛായയുണ്ടായിരുന്നു. മധ്യപ്രദേശത്തെ ഒരു ആശ്രമത്തിൽ ഗ്രാമീണ വനിതകളുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന മാതാവിന്റെ വിവരണത്തിലും ഈ സാദൃശ്യമുണ്ട്. തന്റെ ഈ തരം നോക്കൽ കണ്ട അദ്ദേഹം പറയും, ഇത് മായയാണ് തങ്കം, മതിവിഭ്രമമാണ്. നീ അവരെപ്പറ്റി തന്നെ ചിന്തിച്ച് കാണുന്നതെല്ലാം അവരായി തീർന്നിരിക്കുന്നു. ഇന്ന് സുമിത്രാനന്ദ സരസ്വതിയായി ആ മതിവിഭ്രമം പിന്നെയും തന്നെ ആവേശിച്ചിരിക്കുകയാണോ? ഇല്ല തേതിയേടത്തി, ദേവകി മാനമ്പള്ളിക്ക് തങ്കം നായരിൽ നിന്ന് മോചനമില്ല. നമ്മൾ ഒരു കാലഘട്ടത്തിന്റെ 2 മുഖങ്ങളാണ്. പുതിയ തലമുറയ്ക്ക് 2 അമ്മമാരുണ്ട്. നമ്മുടെ കുട്ടികളെ നിങ്ങൾ സ്വീകരിക്കുകയില്ലേ? ഇങ്ങനെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. അപ്പൊ നമ്മുടെ തലമുറയ്ക്ക് 2 അമ്മമാരുണ്ട്. ഒരമ്മ രക്തസാക്ഷിത്വം വഹിക്കാൻ വരെ തയ്യാറായ വീര പുത്രന്മാരുടെ അമ്മയായ ആര്? ദേവകി മാനമ്പള്ളി, ദേവി ബഹൻ. മറ്റൊന്ന് സ്വന്തം മക്കളെ നാട്ടിലേക്ക് അയച്ച് അവരെ സുരക്ഷിതമാക്കാൻ ശ്രമിച്ച ഒരു അമ്മയായിട്ടാണല്ലോ ഇവിടെ തങ്കം നായർ. അങ്ങനെ പറയുകയാണ്. ഈ ഒരേ കാലഘട്ടത്തിന്റെ 2 മുഖങ്ങൾ. പുതിയ തലമുറയ്ക്ക് 2 അമ്മമാരുണ്ട്. നമ്മുടെ കുട്ടികളെ നിങ്ങൾ സ്വീകരിക്കുകയില്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. അപ്പോൾ ഇതില് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, വിജയിയായ അഭിമന്യുവിനെ പോലെ ആ ബാലൻ നിൽക്കുകയായിരുന്നു. ഞാൻ അത് പറഞ്ഞിരുന്നു, പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അതുപോലെ ഒരേ സമയത്ത് കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന ഭാരത മാതാവിനെ പോലെ ഉജ്ജ്വലയും ഗംഭീരവദനയുമായിരുന്നു ആ യുവതി. സാദൃശ്യ കൽപ്പന കൊണ്ട് കഥാസന്ദർഭത്തിന് കൈവരുന്ന മിഴിവെന്തെന്ന് വിശകലനം ചെയ്യുക. അപ്പൊ അതിലെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് പിന്നെ അതിന്റെ ഉത്തരം എഴുതേണ്ടത്. അതേപോലെ ഒരേ കാലഘട്ടത്തിന്റെ 2 മുഖങ്ങൾ ലാസ്റ്റ് ഭാഗത്ത് പറയണ നോവൽ ഭാഗത്ത് ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ഇവരിൽ ഏതാണ് പുതുതലമുറയ്ക്ക് സ്വീകാര്യമായിട്ടുള്ളത് എന്ന് ചർച്ച ചെയ്യുക. ഈ രീതിയിലുള്ള കാര്യങ്ങളെ കണ്ട് ഈ കഥ നന്നായിട്ട് വായിക്കുക. ഈ പറയുന്ന ടീച്ചർ പറഞ്ഞ ഈ കാര്യങ്ങളൊന്ന് കേട്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ശരിയായിട്ട് എഴുതാൻ കഴിയും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.